ഞങ്ങൾ ഇന്നൊരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അൽദിയിൽ നിന്ന് വാങ്ങിയൊരു ചിക്കനാണ്. അതിനകത്ത് ഇവർ ചിക്കൻ വാഷ് ചെയ്യണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എത്ര കിലോൻ്റെയാ? ഒരു 2 കിലോൻ്റെ അടുത്തുണ്ട് ചിക്കൻ. അതിനകത്ത് ഇവർ കണ്ടോ, ഇവർ ചിക്കൻ വാഷ് ചെയ്യണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഡു നോട്ട് വാഷ് ചിക്കൻ. ഇതൊരു വൃത്തിയാക്കി വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാനിത് കവറൊക്കെ പൊട്ടിച്ചിട്ട് ഒന്നുകൂടി തോലൊക്കെ കളഞ്ഞിട്ട് കഴുകും കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഗ്രില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചിക്കൻ ലവർ ആയതുകൊണ്ട് എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ചിക്കൻ്റെ ആവണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ ഫുൾ വീഡിയോ എടുക്കുമ്പോൾ അതാണ് ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ. ഞാൻ അതിൻ്റെ തോലൊക്കെ പറിച്ച് കുട്ടപ്പനാക്കട്ടെ. അങ്ങനെ നമ്മൾ ചിക്കൻ വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചിക്കൻ വരിയാൻ പോവാണേ. എനിക്കും വയറിനും ഇഷ്ടപ്പെട്ട പാട്ടാണ് കാല്. വീട്ടിൽ എനിക്കും ഇവൾക്കുമാണ് കാല് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ നെയ്യൊന്നും ഞാൻ കളയുന്നില്ലേ. ഇതൊക്കെ കുക്ക് ചെയ്യാൻ നല്ലതാണ്. ഗ്രില്ലല്ല ചെയ്യുന്നത്, എണ്ണ ഒഴിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ, ഒത്തിരി വരിയുന്നില്ല. ഒത്തിരി വരിഞ്ഞാൽ ഡ്രൈ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം വരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഞാൻ ഇത് കട്ടിംഗ് ബോർഡ് മാറ്റിയിട്ട് പാത്തു. ഇനി ചിക്കനെ തേക്കാൻ പോവാ. നമ്മളെടുത്ത മസാലയാണ് ഇത്. ഉപ്പെല്ലാം ഇട്ട് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഉണ്ട്. ഒരു പച്ച കളറും ഉണ്ട്, ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. ഞാൻ പച്ച പുതിനയും മല്ലിച്ചപ്പും ഒക്കെ അരച്ചിട്ടുണ്ട്. അതിൻ്റെയാണ്. ഉള്ളിലേക്ക് പോട്ടെ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ 2 മുട്ടയും പുഴുങ്ങി വെക്കും. അതെങ്ങനെയുണ്ട്? എന്നിട്ട് ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും കേട്ടോ. എന്നിട്ടേ ഗ്രില്ല് ചെയ്യത്തുള്ളൂ. സാധാരണ റെഡ് കളറാണ് മസാലയ്ക്ക് ഉണ്ടാവുക. ഇന്ന് ഞാൻ ഇത് പച്ചമുളകിൻ്റെയും മല്ലിയിലേൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും മിൻറ്റിൻ്റെയൊക്കെയാണ് ഈ കളർ. മല്ലിച്ചപ്പ് എന്ന് 2 തവണ പറഞ്ഞു അല്ലേ. അതിൻ്റെയാണ് ഈ ഓറഞ്ച് പോലത്തെ കളറ്. റെഡ് വേണ്ട, ഇന്ന് ഈ കളറ് പിടിക്കാം. കൊള്ളാല്ലേ? ചിക്കൻ പൊതിയാൻ പോവുകയാണേ. ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചിക്കൻ പൊതിഞ്ഞു. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മീറ്റൊക്കെ പൊതിഞ്ഞ് വെക്കണം എന്നില്ല, അതുകൊണ്ടാണ്. ആദ്യമൊക്കെ ഞാൻ തുറന്നായിരുന്നു വെക്കുക. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ ബീഫൊക്കെ വെക്കാൻ നേരത്ത് പൊതിഞ്ഞാൽ വെക്കാം. ഇതിന് പറ്റിയ അടപ്പ് എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ് ഫോയിൽ പേപ്പർ. ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണേ. ഒരു 2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞ് കാണാം. തടാ. നമ്മളെന്തായാലും ഒരു വഴിക്ക് പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ കൂടെ കൊണ്ടുപോകാമെന്ന് ഓർത്തു. നമ്മൾ ക്യാപ്സിക്കം, കുറച്ച് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ കൂടിയിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ക്യാപ്സിക്കം മുതുക്കം പീസായിട്ട് വെട്ടിയതാണ് നമുക്ക്. റെഡ് ക്യാപ്സിക്കം. നമ്മളിതിനെ ക്യാപ്സിക്കം എന്ന് പറയും. പക്ഷേ ഇതിന് ശരിക്കും ഇവിടെ ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്ന ബെൽ പെപ്പർ എന്നാണ് പറയുന്നത്. ക്യാപ്സിക്കം എന്ന് നമ്മളാണ് തോന്നുന്നു പറയുന്നത്. നമ്മളല്ല, ഞാൻ ക്യാപ്സിക്കം എന്ന് അതിന് പൊതുവേ പറയാറ്. ഇവിടെ ബെൽ പെപ്പർ എന്നാണ് അതിന് പറയുന്നത്. ക്യാപ്സിക്കം ഞാൻ 4ആയിട്ട് മുറിച്ചിട്ടു. ഇത് ചെറുതാണ്. പിന്നെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, അത് ഞാൻ തോല് കളയുന്നില്ല, ഇങ്ങനെ വലുതാക്കി. ചിക്കൻ വേവുന്ന സമയമുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അത്രയും സമയം വെന്തഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ
സ്വീറ്റ് പൊട്ടറ്റോ. ഇത് ഹെൽത്തിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് എല്ലാവരും. ഞാൻ അത് വാങ്ങാറില്ല, പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതാണ്. കണ്ടോ മധുരക്കിഴങ്ങ് ഓറഞ്ച് കളർ കാണുമ്പോൾ രസം. അങ്ങനെ 2 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചിക്കനെ ഞാൻ എടുക്കാൻ പോവുകയാണേ. ഇതുണ്ടോ, പിടിച്ചിട്ടുണ്ടാവുമെന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓവനിലേക്ക് വെക്കാം. ഓവനിൽ ഞാൻ ഗ്രില്ലിലാണ് വയ്ക്കാൻ പോകുന്നത്. ആദ്യം ചിക്കൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ വെജിറ്റബിൾസ് താഴേക്ക് വെക്കട്ടെ കേട്ടോ, എന്നിട്ട് ചിക്കൻ വെക്കാം. വെജിറ്റബിൾസ് താഴെ വെച്ചു. ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ എന്തിടാം, കുരുമുളക് പൊടി എല്ലാം ഇടാം. കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടാം വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ കയറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ വെക്കാം. കുട്ടപ്പനിരിക്കുന്ന കണ്ടില്ലേ? ചിക്കൻ ഇങ്ങനെയാണ് വെക്കുന്നത്. വെള്ളം എന്നാൽ നമ്മുടെ വെജിറ്റബിളിൻ്റെ പക്കത്ത് വീഴുമല്ലോ. ഇനി നമുക്ക് ചിക്കൻ എന്തായി നോക്കാം. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ കുറച്ചൊക്കെ കുക്കായിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് മറിച്ചിടണം. ഇതെങ്ങനെ മറിച്ചിടുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഇത് ഞാൻ മറിച്ചിടും. എന്തെങ്കിലും വീഴുവാണെങ്കിൽ ഇതിലിട്ട് വീണോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് മറിച്ചിടാൻ. ഇന്നത്തെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, നല്ല എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഇതാണ് എൻ്റെ മറിച്ചിടുന്ന എക്യുപ്മെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ 2 മുട്ട പുഴുങ്ങി കയറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടോ, സക്സസ്ഫുള്ളി നമ്മൾ മറിച്ചിട്ടിരിക്കുന്നു. ഇതാന്ന് ഓർത്തു. ഇങ്ങനെയാണ് വെക്കുന്നത്. കാണാൻ നല്ല രസമല്ലേ? നമുക്ക് ഇങ്ങനെ വയ്ക്കാം. പിന്നെ 2 ഓറഞ്ചും സ്വീറ്റ് കോൺ ഞാൻ അങ്ങനെ ഇടാൻ പോവാം കേട്ടോ. ഇത് ഫ്രോസൺ സ്വീറ്റ് കോൺ വാങ്ങിയതാണ്. അല്ലെ ഫ്രഷ് വാങ്ങിയിട്ട് മുറിച്ചിട്ടാൽ മതി. നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളൂ. നമ്മൾ ചിക്കൻ മുറിച്ചപ്പോൾ മുതൽ ചോദിക്കുന്നത് നമുക്ക് സ്വീറ്റ് കോൺ ഇടാവോ എന്ന്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല, ഇച്ചിരി ഓവറാണ്. ഇത് രാസപ്രവർത്തനം മാറ്റൊന്നും സംഭവിക്കാനില്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് നോക്കുന്നത്. അങ്ങനെ സ്വീറ്റ് കോൺ ഇട്ടു അയാളുടെ ആഗ്രഹപ്രകാരം. ചിക്കൻ മറിച്ചിട്ടിട്ടുണ്ട്, സ്വീറ്റ് കോണ് താഴെ ഇട്ടിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം ഇരുന്നങ്ങ് കുക്കാവട്ടെ. ഇതിനി 1/2 മണിക്കൂർ കൂടി ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് നോക്കാം. ഞാൻ അവസാനം കാണിക്കാം കേട്ടോ എന്തായിന്ന്. ക്ലോസ്ഡ്. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, ആദ്യം വെജിറ്റബിൾസ് ഞാൻ പുറത്തേക്ക് എടുക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ വീണ്ടും എടുക്കാം. കണ്ടോ, ചിക്കൻ്റെ ഇതെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലെ വെള്ളമെല്ലാം അങ്ങനെയുണ്ട്. നമുക്ക് ഇതെടുക്കാം. ചിക്കൻ കഴിക്കാൻ പോവാണേ. കണ്ടോ, നല്ല വെന്ത ചിക്കനാ. എല്ലാം കൂടി വരുന്നില്ലത്. കാല് മാത്രം വിട്ടു പോരുക. ഞാൻ വിചാരിക്കുന്നത് ഇനി കട്ട് ചെയ്യുന്നേ നല്ലതെന്നാ. കട്ട് ചെയ്യാൻ പോവാണേ. കണ്ടോ, ചിക്കൻ്റെ പീസ് വെച്ചു. സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്വീറ്റ് പൊട്ടറ്റോ, ഒരു പൊട്ടറ്റോ, സ്വീറ്റ് കോണും ഇത് കുറച്ച് കഴിയുമ്പോൾ കൈ കൊണ്ട് വരുമേ. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നേ. ഇത് കഴിച്ചു നോക്കാം. വേണമെങ്കിൽ ഒരു ഓറഞ്ച് സ്ക്യൂസ് ചെയ്യാം.
ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ഫ്ലേവറുണ്ട്.